ഞാൻ 14ാമത്തെ തലമുറ. എനിക്ക് മുകളിൽ ഒരുപാട് തലമുറയുണ്ട്. ആദിവാസി ഭരണകാലത്ത് മറ്റേ ഇവിടെ ഭരിച്ചിരുന്നത് വെള്ളമൂപ്പനായിരുന്നു. അതിനുശേഷം അങ്ങനെ താഴെ ഞാൻ പറഞ്ഞില്ലേ 14ാമത്തെ തലമുറയാണ് ഞാൻ. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാള് ഹലോ, സുന്ദരി കുട്ടിയാണ്, പക്ഷെ ബ്രൈഡ് അല്ല, ബ്രൈഡിന്റെ സിസ്റ്റർ ആണ്. അപ്പം ബ്രൈഡിന്റെ വിശേഷങ്ങളിലോട്ടും പോവാം. അതിനു മുമ്പായിട്ട് മോള് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ നാച്ചുറോപ്പതി സ്റ്റുഡന്റ് ആണ്. അപ്പം നാച്ചുറോപ്പതി നമ്മുടെ കേരളത്തിന്റെ തനതായ ഭയങ്കര രഹസ്യ കൂട്ടുകളുടെ ഒരു 15ാമത്തെ തലമുറയാണ് ഈ കൈ. അപ്പം ഈ 14ാമത്തെ തലമുറേനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. 15ാമത്തെ തലമുറയുണ്ട്. അപ്പം അത് മോളടുത്ത് കൂടുതൽ വിശേഷത്തിനോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം ബ്രൈഡിനെ കാണാം അല്ലേ? ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസിൻ്റെ ഇന്നത്തെ ബ്രൈഡ്. എൻ്റെ പേര് സജ്ന. ഞാൻ വരുന്നത് അട്ടപ്പാടിയാണ്. ഞാൻ പഠിച്ചത് പി ജി കഴിഞ്ഞു. MSW സോഷ്യൽ വർക്കറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ ചെയ്യാം. എൻ്റെ വുഡ് ബി പേര് സനു എന്നാണ്. ആൾ വർക്ക് ചെയ്യുന്നത് നാട്ടിൽ തന്നെയാണ്, ഗവൺമെൻറ്റിലാണ്. നാട്ടിലെ പഞ്ചായത്തിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അച്ഛന് പാരമ്പര്യമായിട്ട് ചികിത്സ നടത്താൻ ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ചികിത്സ തുടരുന്നുണ്ട്. ഇപ്പോൾ അമ്മയും ചികിത്സിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും കൂടെയാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് അനിയത്തിയായിരിക്കും. അല്ല, അവളിപ്പോൾ BNYS നാച്ചുറോപ്പതി പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. അവൾക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ ഈ സോഷ്യൽ വർക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടം. അതെൻ്റെ ചെറുതുനിന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു, കാഞ്ചീപുരത്ത് നിന്ന് തന്നെ സാരി എടുക്കണമെന്ന്. അച്ഛനും അമ്മയ്ക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ കാഞ്ചീപുരം പോയി, നെയ്യുന്ന സ്ഥലത്ത് തന്നെ പോയേ. അവിടെ പോയി അച്ഛനും അമ്മയും തന്നെ സെലക്ട് ചെയ്തതും സാരീൻ്റെ കളറാണേലും എല്ലാം ഗോൾഡിലും സിൽവറിലും നൂലിൽ ചെയ്തതാണ്. 4 ലാഖിൻ്റെ മുകളിൽ വരും സാരിക്ക്. അതൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം. അല്ല, എൻ്റെ ചെറുതുന്ന മുതലുള്ള ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ എന്താ പറയുക, കാഞ്ചീപുരത്ത് നിന്ന് തന്നെ പോകണം. അത് സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയുക, എല്ലാത്തിനും അച്ഛനമ്മേനോട് തന്നെയാണ് താങ്ക്സ് പറയണതും. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആ ഒരു എന്താ പറയുക, എന്താണേലും ഞാനിപ്പോൾ അതെന്താഗ്രഹിച്ചാലും അവരത് പറയാതെ തന്നെ സാധിച്ചു തരും. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കേരളത്തിന് നോക്കുകയാണെങ്കിൽ എനിക്ക് കാഞ്ചീപുരത്ത് തന്നെ സാരി മതി, വേറെ എവിടുന്ന് സാരി വേണ്ട, കടയിൽ പോയി എടുക്കണ്ട, അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് കാഞ്ചീപുരത്ത് എത്തിയപ്പോഴും ഞാൻ പറഞ്ഞു, കടയിലൊന്നും പോകണ്ട കേട്ടോ, നീണ അവിടെ തന്നെ പോയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം പിന്നെ അങ്ങോട്ട് തന്നെ പോയി. അട്ടപ്പാടി പറഞ്ഞാൽ എൻ്റെ വീട് ഇരിക്കുന്നത് സൈലന്റ് വാലീൻ്റെ ഉള്ളിലോട്ട് പോകണം. ഒരു ഫോറസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. സത്യത്തിൽ പറഞ്ഞ ഒരു കാട്ടിൻ്റെ ഉള്ളിലെ ഒരു കൊട്ടാരം അങ്ങനെയാണെങ്കിലും പറയാം. അടിപൊളിയാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും. ഏത് സ്ഥലത്ത് ഞാനിപ്പോൾ പോയി നിന്നാലും നമുക്ക് രാത്രിയാകുമ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട് മിസ് ചെയ്യും. കാരണം ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു സൈഡിൽ എന്താണെന്ന് വെച്ചാൽ കിളികളുടെയും മയിലിൻ്റെയും എല്ലാം ഉണ്ട്, മൃഗങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകാറുണ്ട്. ആന വരും. അതേപോലെ മയിൽ എപ്പോഴും ഉണ്ടാവും. കാരണം വീട്ടിൽ 2 ക്ഷേത്രമുണ്ട്. അപ്പോൾ 2 ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് മുരുകൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റും മയിലുകളായിരിക്കും. നല്ല രസമാണ്. ഒരു ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. രാത്രി ഞാൻ പുറത്തൊക്കെ ആയിരുന്നു കൂടുതൽ പഠിച്ചത്, ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടാ. അപ്പോൾ രാത്രിയൊക്കെ നിൽക്കുമ്പോൾ വീട്ടിൽ പോയിരുന്നെങ്കിൽ എന്നൊന്നും തോന്നും. ഞാനേ ഒരാളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ആരാണെന്നല്ലേ ഇപ്പൊ പറയില്ല, വരുമ്പോ കാണാം. എൻ്റെ ബർത്ത്ഡേസൊക്കെ മിക്കതും ഈ ഓർഫനേജിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ്, ഫുഡ്. ഒരു വട്ടം ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവർക്കുള്ള ഈ പെൻസില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരയ്ക്കാനുള്ളതൊക്കെ
പിന്നെ ചോക്ലേറ്റ്സ് കേക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഒരു വട്ടം ഞാൻ എന്തായിരുന്നു എന്തോ ഒരു വർക്ക്ഷോപ്പ് ഇതിന് പോയതാ, പ്ലേസ്മെന്റിന് പോയ അവിടുത്തെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ദിവസം ഫുഡും അങ്ങനെ എൻ്റെ ഫുഡ് കൊടുത്തു. അങ്ങനെ പറ്റണ പോലെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്യും. ആരില്ലെങ്കിലും വികാസേട്ടൻ വേണമെന്നാണ് എൻ്റെ ചേച്ചിയുടെ നിർബന്ധം. എന്താണെന്നറിയില്ല, എല്ലാ വീഡിയോസ് ഇരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സ്ക്രോൾ ചെയ്ത് എനിക്ക് ഈ ഏട്ടൻ എന്നെ ചെയ്യണം എങ്ങനെയെങ്കിലും നോക്കാം. അവസാന നിമിഷത്തിലാണ് കിട്ടിയത്. ആൾക്ക് വേറെ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് പാച്ചപ്പ് ചെയ്യാം. ഡോണ്ട് വറി, ഒന്നുമില്ല. ആളുടെ ഹാപ്പി ഞങ്ങൾക്ക് വലുത്, അത്രേ ഉള്ളൂ. പ്രതീക്ഷിച്ചിരുന്ന ആള് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഞാൻ എണീറ്റി നിന്നെ കണ്ടിട്ട് ബ്രൈഡ് പോലെ ഉണ്ടല്ലോ, ഉടനെ കല്യാണം കഴിക്കാൻ പോയിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് ഒരു 2 വാക്ക് പറയും. മരുന്ന് ഒറ്റമൂലി ചികിത്സ, കാട്ടിൽ നിന്ന് മരുന്നെടുക്കണം. കൂടുതൽ തമിഴ്നാട് ആണ് രോഗികൾ കൂടുതൽ വരാൻ, കേരളത്തിൽ കുറവ്. ശരി. പിന്നെ ഇന്ത്യയുടെ പുറത്തൊന്നും അയക്കുന്നുണ്ട് ഞങ്ങൾ. മെഡിസിനൊക്കെ കളക്ട് ചെയ്യുന്നത് ഫോറസ്റ്റാണ്. ഒരു ദിവസം ഒരു 150 രോഗികളെ കൂടുതൽ നോക്കാൻ പറ്റില്ല. നമുക്ക് മരുന്ന് തയ്യാറാക്കാനേ ബുദ്ധിമുട്ടാണ്. 150 രോഗികൾ കൂടി കഴിഞ്ഞാൽ മരുന്ന് തയ്യാറാക്കാൻ അവിടെ ബുദ്ധിമുട്ടുണ്ട്. മരുന്ന് ഞങ്ങൾ തയ്യാറാക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്, പാരമ്പര്യമായിട്ടാണ്. ഞാൻ 14ാമത്തെ തലമുറ. എനിക്ക് മുകളിൽ ഒരുപാട് തലമുറ ഉണ്ട്. അട്ടപ്പാടിയിലെ രാജാവ് വെള്ളയാണ് രാജാവ്. ആദിവാസി ഭരണകാലത്ത് അട്ടപ്പാടിയിലെ വെള്ളെന്ന പറഞ്ഞ ആളാണ് രാജാവ്. പുള്ളിയാണ് ഇത് ഭരിച്ചിരുന്നത്. പാലക്കാട് ജില്ല, ഇപ്പോൾ പാലക്കാട് നേരത്തെ തമിഴ്നാടായിരുന്നല്ലോ, അത് തിരിച്ച് പാലക്കാട് ഇപ്പോൾ കേരളമായി. പാലക്കാട് ജില്ല ആദ്യം തമിഴ്നാടായിരുന്നു. അന്ന് ഭരിച്ചിരുന്നത് വെള്ള മൂപ്പനായിരുന്നു. അവരാണ് ഇത് തുടങ്ങി വെച്ചത്, ഞാനല്ല. അവരുടെ പാരമ്പര്യമാണ്. അതെ അതെ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആദിവാസി ഭരണകാലത്ത് ഇവിടെ ഭരിച്ചിരുന്നത് വെള്ളമൂപ്പനായിരുന്നു. അതിനുശേഷം അങ്ങനെ താഴെ ഞാൻ പറഞ്ഞില്ലേ 14ാമത്തെ തലമുറയാണ് ഞാൻ. കുറച്ച് മിനിറ്റ് കൊണ്ട് ആളെ മാറ്റിയെടുത്ത്, കുറച്ച് മിനിറ്റ് കൊണ്ടേ മാറ്റിയെടുത്തു. എന്ത് ചെയ്യാൻ, നിർബന്ധമാണ്. നിർബന്ധം എന്തായാലും അതങ്ങോട്ട് നടന്നില്ലേ. ഹാപ്പി അല്ലേ? ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ 14ാം തലമുറ. അപ്പൊ ഇതില് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ഈ പറയുന്ന മൂപ്പന്റെ ചരിത്രം മുതൽ വന്നു. നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും 150 പേര് ഒരു ദിവസം ചികിത്സിക്കാമെന്ന് പറയുന്നൊരു ധൈര്യം അത് അച്ഛന്, എനിക്കൊന്ന് വീട്ടിൽ അത്രയും ആൾക്കാർ വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഒരു പാരമ്പര്യ വൈദ്യത്തിന്റെ പിന്മുറക്കാരി സായനയും എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഫ്യൂച്ചറിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റട്ടെ ബ്രൈഡായിട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ എന്തൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാല് സമാധാനമായിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക്? ഏത് അസുഖത്തിനാണ്? ക്യാൻസർ ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബോഡിയിൽ ഏത് പോർഷൻ ആയാലും പ്രശ്നമില്ല, എല്ലാ ക്യാൻസർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആസ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടി ഞാൻ ഇപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ക്യാൻസറിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ. ചെറിയ ഇനി കുറേ ഘട്ടങ്ങളായിട്ടുണ്ട്. അതൊക്കെ ഞാൻ അമ്മ പറഞ്ഞു തരണം. അപ്പം അമ്മേനെ അച്ഛന് ശേഷം അമ്മ, അമ്മയ്ക്ക് ശേഷം ഞാൻ, അങ്ങനെയാണ്. മോൾക്ക് ശേഷം ഉണ്ടാവട്ടെ ഒരുപാട് തലമുറകള് അല്ലേ. താങ്ക് യു മോളെ. എങ്ങനെയുണ്ട് ചേച്ചി? ചേച്ചി സൂപ്പറാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എത്രയൊന്നും.
ഞാൻ സ്വപ്നം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഒരു ലുക്കിലായിരുന്നു. അച്ഛൻ അത്രയും സ്വർണ്ണമൊക്കെ ഇട്ടിരിക്കണം, ചേച്ചിനെ കാണും, അതായിരുന്നു. അമ്മയ്ക്ക് നല്ലൊരു സാരി, എനിക്ക് ഫേസ് ആയിരുന്നു ഇമ്പോർട്ടന്റ്. അത് അടിപൊളിയായിട്ട് സാരി അതിലെല്ലാം ക്രെഡിറ്റ് ആയിട്ടാണ്. എനിക്ക് ഫുൾ ക്രെഡിറ്റ് സായിയാണ്. സായിയാണ് എന്നെ ഇവിടെ നിന്ന് വിളിച്ചു വരുത്തിയത്. ഇന്ന് എനിക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അതെന്റെ ചേച്ചിയുടെ നിർബന്ധപ്രകാരം ചേച്ചി ദിവസം മൊബൈൽ എടുത്ത് നോക്കിയിട്ടുണ്ട്. അത് കുറെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മേക്കപ്പ് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും. അവസാനം ഞാൻ സാറിനെ നോക്കി അപ്രോച്ച് ചെയ്തു. എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് സാറിന് കിട്ടിയത്. സാറല്ല ചേട്ടൻ. അതെനിക്ക് വന്നു, അതാണ് പ്രശ്നം. അപ്പം ഇനിയും ഇതുപോലെ നമുക്ക് സ്വന്തം അഭിമാനിക്കാവുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, അഭിമാനിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ട്, ഞാൻ അഭിമാനിക്കുന്ന ഒരാള് നാളെ ഉറപ്പായിട്ടും നാളെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്ന ഒരാള് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. അപ്പൊ താങ്ക് യു ഇത്രയും നേരം കണ്ടോണ്ടിരിക്കുന്നവർ. ഇനി ഇവരുടെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം കൂടെ കണ്ട് നമുക്ക് പിരിയാം അല്ലേ?